പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്നിരിക്കുന്ന ചില സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് സഹാക്കളോട് പ്രതിപാദിക്കണമെന്നാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 2024 മെയ് മാസം പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ NDA കക്ഷിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന BJPയും BJPയുടെ അത്യുന്നത നേതാക്കന്മാരായിരുന്ന നരേന്ദ്രമോദി, അമിത്ഷായും BJPക്കകത്ത് തന്നെ ആവശ്യപ്പെട്ടത് രാമക്ഷേത്രത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തെ, ഇപ്പോൾ 12 വർഷമായില്ല, കഴിഞ്ഞ 10 വർഷത്തെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഭരണം വിലയിരുത്തിയാൽ അദ്ദേഹം ലോകം ചുറ്റും വാലിബനായി മാസത്തിൽ 20 ദിവസം ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജിയോ പൊളിറ്റിക്സ് അതാണല്ലോ പ്രധാനപ്പെട്ടൊരു വിഷയം. ആ ജിയോ പൊളിറ്റിക്സിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങളുമായി സഖ്യമുണ്ടാക്കുക, ആ സഖ്യത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. ഇപ്പം ഇന്നലെയാണ് കൊച്ചിയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ വനിതാ പ്രതിനിധികളുടെ സമ്മേളനം ചേർന്നത്. ബ്രിക്സ് വികസിപ്പിക്കുകയാണ്. G7 രാഷ്ട്രങ്ങൾ എന്നത് G20+ ആയി മാറിയപ്പോൾ അമേരിക്ക നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന നാറ്റോ സഖ്യം, അതിലെ അംഗ രാഷ്ട്രങ്ങളുടെ എണ്ണം ഇന്നിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ വ്യവഹാരത്തിൽ ഏറെ ചർച്ച ചെയ്യാത്ത I2U2, ഇന്ത്യ ഇസ്രായേൽ I2U2, അമേരിക്കയും യുണൈറ്റഡ് അറബ് നേഷൻസ്, അങ്ങനെയുള്ള സഖ്യങ്ങളടക്കം ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ തങ്ങളാണ്, ഇന്ത്യയാണ് പ്രബലന്മാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1991 രാമക്ഷേത്രം ഇടിച്ചു നിരത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതും വിജയിച്ചത്. ആ രാമക്ഷേത്രത്തിൻ്റെ പണി തകൃതിയായി നടന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ 24 പാർലമെന്റ് ഇലക്ഷന് മുമ്പ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തണം. എങ്കിലേ ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ആകെ വോട്ട് ഇന്ത്യയിലൊട്ടാകെ BJPക്ക് വാരിക്കൂട്ടി 2/3 ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ 2/3 ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് RSSന്റെ രൂപീകരണത്തിന്റെ 100ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി തീർക്കാനാവുകയുള്ളൂ. ഇതല്ലേ അവരുടെ ഹിഡൻ അജണ്ട. 1925 RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അവരന്ന് തന്നെ പ്രഖ്യാപിച്ചെന്താ, 100 വർഷം കൊണ്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. ഇപ്പോൾ സ്ത്രീ സംവരണത്തിന്റെ പേരിൽ ഒരു വിഷയം കൊണ്ടുവന്നല്ലോ. സ്ത്രീ സംവരണം 30% ആരാ തടസ്സം? 2023 അത് തീരുമാനം എടുത്തല്ലേ. അപ്പോൾ ആ സ്ത്രീ സംവരണത്തിന്റെ പേരിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട്, അതോടൊപ്പം പാർലമെന്റിലെ അംഗബലം ഇന്നത്തെ 543 എന്നത് 820-ലേറെയാക്കിക്കൊണ്ട് കുറുക്കു വഴിയിലൂടെ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം നരേന്ദ്രമോദി ഉറ്റുനോക്കുന്നത് അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനം UPയിലെ തെരഞ്ഞെടുപ്പ് തന്നെ. കേരളത്തിലാകെ 20 പാർലമെന്റ് സീറ്റല്ലേ ഉള്ളൂ. ഇന്ത്യയിലെ UP, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം
ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് അല്ലേ? 80 പാർലമെന്റ് മെമ്പർമാരാണ് അവിടുന്ന് ജയിച്ചു വരേണ്ടത്. അതിൽ ബഹുഭൂരിപക്ഷം സീറ്റ് നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് NDAക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അധികാരം കൈവിട്ടു പോകുമെന്ന് നന്നായി അറിയാവുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെയാണ്. പക്ഷെ വിഷയം എന്താ? വിഷയം കുളിപ്പിച്ച് കുഞ്ഞില്ലാത്താവുന്നൊരവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയുടെ ഭരണം ഇന്നിപ്പോൾ ചെന്നെത്തിയിരിക്കുക. എന്തെല്ലാമാണിപ്പോൾ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയോധ്യ കൊള്ള നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അത് വളരെ വിശദമായി പറയേണ്ടുന്നൊരു വിഷയമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ടൈറ്റിൽ മാത്രമേ പറയുന്നുള്ളൂ. അതൊരു ഭാഗത്ത് ഇങ്ങനെ കൊടിപ്പേരിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കഥ, അമിത്ഷായും നരേന്ദ്രമോദിയും ഒരു ഭാഗത്തു നിന്ന് അവർക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന UPയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തെ ഒതുക്കണം. ഇവരുടെ പിടിയിൽ നിൽക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വരണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമുണ്ട്. അപ്പുറത്ത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്, എന്താ അവസ്ഥ? ഭൂമിയുടെ വാർഡിൽപ്പെട്ട് നാണം കെട്ട് നിൽക്കുകയല്ലേ? ഒരു കൂസലുമില്ലല്ലോ. എന്തിനേറെ പറയുന്ന 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കി തുടങ്ങിയതോടുകൂടി IMFന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്താന്ന് വെച്ചാൽ കാർഷിക മേഖലയിൽ സബ്സിഡിയൊന്നും കൊടുക്കേണ്ടതില്ല. കാർഷിക മേഖലയെന്ന് മാത്രമല്ല, ഒരു മേഖലയിലും സബ്സിഡി കൊടുക്കേണ്ടതില്ല എന്നാണ് IMFന്റെ ശക്തമായ നിർദ്ദേശം. ഇവിടുത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി എന്ത് ചെയ്തിരിക്കുകയാണ്? സ്വന്തം ഭൂമി കൃഷി ഇറക്കിയതിന്റെ പേരിൽ അദ്ദേഹം ചെയർമാനായിരിക്കുന്ന കൃഷി വകുപ്പിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് സബ്സിഡി എന്ന പേരിൽ തട്ടിയെടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദി ഇത് അറിഞ്ഞതുപോലുമില്ല. പത്രങ്ങളിൽ നമ്മളിതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ഇതൊന്നും അറിയുന്നില്ല. ഇതിലെല്ലാം ഉപരിയാണ് ഇപ്പം ഡൽഹി വിദ്യാർത്ഥികളുടെയും അതുപോലുള്ള ആളുകളുടെയും ഒരു സമര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നീറ്റ് പരീക്ഷ, നാഷണൽ എൻട്രൻസ് എലിജിബിൾ ടെസ്റ്റ്. ആ നീറ്റ് പരീക്ഷയെ വിറ്റ് പണമാക്കിയില്ലേ? ആ നീറ്റ് പരീക്ഷയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രധാനല്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ നടപടികളെടുക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ? അതിന്റെ ചെയർമാനെയും സെക്രട്ടറിയും മാറ്റി. നീറ്റിന്റെ CBSE പരീക്ഷ, അതിന്റെ ചോദ്യപേപ്പറും ചോദ്യം ഉണ്ടാക്കുന്നവരും അത് തന്നെ വിറ്റ് പണമാക്കിയില്ലേ? ആ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കലുഷിതമായിരിക്കുകയാണ്. സംതിങ് ഈസ് റോട്ടൻ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ ഡൽഹി ചീഞ്ഞ് നാറുകയാണ്. അതിന് നിദാനമായി മാറിയിരിക്കുന്നത് ഇന്നിപ്പോ ഡൽഹിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ഭരണമാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യ നമുക്കറിയാമല്ലോ. അയോധ്യയിൽ 1991 അത് പൊളിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. തർക്കമുണ്ടായിരുന്നു. അയോധ്യയിലെ ഭൂമിയെ സംബന്ധിച്ച് നല്ല തർക്കമുണ്ടായിരുന്നു. അവസാനം ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് കോടതി വിധി ഉണ്ടായി. ആ കോടതി വിധി തന്നെ അന്ന് നമ്മൾ വിശ്വാസികൾ പറയുന്നത് എന്താ? വിശ്വാസികൾ പറയുന്നത് ആ കോടതി വിധി അയോധ്യയ്ക്കും VSPക്കും അനുകൂലമായി വന്നത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്നാണ്. അപ്പൊ ദൈവം ഇടപെട്ടു. ഇപ്പൊ ബ്രസീൽ അർജന്റീന കളിക്കുകയല്ലേ? മുമ്പിൽ ഇപ്പോഴും അർജന്റീനയുടെ അവസാനത്തെ കളിയിൽ പിഴയുണ്ടായി എന്ന് പറഞ്ഞാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. മാരഡോണ പണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ അവസാനത്തെ ഗോളെന്ന് പറഞ്ഞാൽ ആ ഗോള് ദൈവത്തിന്റെ കൈകൾ നൽകിയതെന്നുള്ള ചർച്ചയടക്കം ഇവിടെ വന്നില്ലേ?
അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, കോടതി വിധി, സുപ്രീം കോടതിയുടെ വിധി ഇവർക്ക് അനുകൂലമായി വന്നപ്പോ ചില വിശ്വാസികളങ്ങ് വച്ച് കാച്ചി. എന്താ കാച്ചിയത്? ഇതെല്ലാം ദൈവത്തിന്റെ കളി എന്നാണ്. അപ്പൊ ഇപ്പോ അയോധ്യയിലെ കോടിക്കണക്കിന് വരുന്ന സ്വർണവും വെള്ളിയും പണവും കൊള്ളയടിക്കുന്നത് ആരുടെ കളിയാണ്? അതും ദൈവം തന്നെ ജയിപ്പിക്കുന്നേ. വിശ്വാസികൾക്ക് അതൊക്കെ പറയാം. പണ്ട് പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൽ ജീൻ വാൾജിൻ തിരുമേനയുടെ ബിഷപ്പിന്റെ വീട്ടിൽ നിന്ന് വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകളും വെള്ളി പാത്രം എടുത്തുകൊണ്ട് പോയല്ലോ. അവസാനം പോലീസ് പിടിച്ച് തിരിച്ചുകൊണ്ടുവരികയാണ്. ആ വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകളും പാത്രങ്ങളും തിരിച്ച് തിരുമേനി ജീൻ വാൾജിന് കൊടുക്കുമ്പോൾ തിരുമേനി പറയുന്നൊരു വാക്യമുണ്ട്. എന്താ വാക്യം? ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല, നിനക്ക് അവകാശപ്പെട്ടതാണ്, നിനക്ക് കൊണ്ടുപോകാം എന്നാണ്. അതുപോലെ തന്നെ ഇത് അയോധ്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വെള്ളിയും സ്വർണവും മോഷ്ടിച്ചുവെങ്കിൽ അത് രാമന് അവകാശപ്പെട്ടതില്ല. പിന്നെയോ അത് കൊള്ളയടിച്ചവർക്ക്, BJP-ക്കാർക്ക്, വിശ്വ ഹിന്ദു പരിഷത്തിന് അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർ കൊണ്ടുപോയിക്കോട്ടെ എന്നല്ലേ പറയുന്നത്. ആ തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആരായതിന്റെ ഉത്തരവാദി? ഈ കൊള്ളയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ VSPയുടെ രാജ്യാന്തര ഉപാധ്യക്ഷൻ ചമ്പത് റായ്. അതേ ആരാ? അദ്ദേഹം VSPയുടെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള 15-അംഗ ട്രസ്റ്റാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവരാണ് നിയന്ത്രിക്കുന്നത്. മുതിർന്ന സന്യാസിമാരുണ്ട്, കേന്ദ്രത്തിലെ UP-യിലെ സർക്കാരിന്റെ പ്രതിനിധികളുണ്ട്. ഇവരെല്ലാം അടങ്ങുന്നതാണ് അവിടുത്തെ 15 പേർ. ആ 15 പേരടങ്ങുന്ന ട്രസ്റ്റ് അറിയാതെ, ഈ ചമ്പത് റായിയെ പോലുള്ള VSPയുടെ ഉപാധ്യക്ഷൻ അറിയാതെ അവിടുന്ന് ഒരു തരി മണ്ണ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഉന്നതങ്ങളിൽ നടന്ന, അല്ലെങ്കിൽ ഉന്നതങ്ങളുടെ അറിവോടുകൂടി ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന കൊള്ളയാണ് എന്ന് പറയുന്നതിൽ നമ്മൾ മടിച്ചു നിന്നിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ചില സ്വകാര്യ വ്യക്തികൾ ഈ ട്രസ്റ്റിൽ അംഗങ്ങളായിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ചയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ത്രിവേന്ദ്ര മിശ്ര. അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയാണ്. എന്താ അത്? കൊള്ളയാണ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്, പണം കൈകാര്യം ചെയ്യുന്നതിൽ ആരുടെയും മേൽനോട്ടം ഉണ്ടായിരുന്നില്ല. ആരാ ഇത് പറയുന്നേ? ഇത് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ. അദ്ദേഹമാണ് പറയുന്നേ. ഇദ്ദേഹം മോഡിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോ മോഡി അറിയാതെ ഇത് പറയൂ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാധ്യമ മേഖലയിൽ ഇത് നരേന്ദ്രമോദി അറിഞ്ഞുകൊണ്ട്, അമിത്ഷാ അറിഞ്ഞുകൊണ്ട്, UP-യിൽ നടന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇന്നിപ്പോ വിളിച്ചെത്തി വരികയാണ്. ഇത് ആദ്യമായി കൊണ്ടുവരുന്നത് തന്നെ സമാജ്വാദ് പാർട്ടിയുടെ ഒരു നേതാവല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. അപ്പൊ മോദിയുടെ ഒന്നാം ഭരണകാലത്ത്, ഒന്നാമത്തെ മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞാൽ 2014 മുതൽ 19 വരെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ത്രിവേന്ദ്ര മിശ്രയെ രാമക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷനാക്കിയത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഒരുപാട് കാര്യം അതിന്റെ പിന്നാമ്പുറത്ത് ഇന്നിപ്പോ പത്രങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ രാമക്ഷേത്രം അതിനൊരു ചരിത്രമില്ലേ? എത്രയോ നൂറ്റാണ്ടുകൾ നിലവിലുണ്ടായിരുന്ന ബാബറി മസ്ജിദിനെ ഇടിച്ചു നിരത്തിയിട്ടാണ് രാമക്ഷേത്രം പണിയാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ഇന്ത്യയില് നിലവിലുണ്ടായിരുന്ന മതനിരപേക്ഷത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് 91 വരെ നടത്തിയത്. അതിനുമുമ്പ് എന്തെല്ലാം നടത്തി? അദ്വാനിയുടെ രഥയാത്ര നടത്തിയില്ലേ? ആരൊരാളൻ കുതിരയെ കെട്ടും അല്ലേ? അദ്വാനിയുടെ രഥയാത്ര. ആ കുതിരയെ തടഞ്ഞതും പിടിച്ചു കെട്ടിയതും അന്നത്തെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ലല്ലു പ്രസാദ് യാദവ്. ആ ലല്ലു പ്രസാദ് യാദവ് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ഒരു പകരം വീട്ടിയല്ലേ.
ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്ങനെയാ ക്ഷേത്രം നിർമ്മിച്ചത്? രാമക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 5000 കോടി രൂപയാണ് ലഭിച്ചത്. ക്ഷേത്ര നിർമ്മാണത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് 5000-ലേറെ കോടി രൂപയാണ് ഇവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. വിദേശ സംഭാവന സ്വീകരിക്കാൻ FCRA അനുമതിയും ട്രസ്റ്റിന് നൽകിയിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നരേന്ദ്രമോദി ഇപ്പോഴും ആ നിയമത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് വേണ്ടത് മറ്റ് ന്യൂനപക്ഷങ്ങളും മറ്റുമെല്ലാം കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റികൾക്ക് വിദേശങ്ങളിൽ നിന്ന് പണം വന്നാൽ അത് തടയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. 2024 ഭക്തർക്കായി തുറന്നുകൊടുത്ത ക്ഷേത്രത്തിൽ കാണിക്കയായി പ്രതിമാസം 12 കോടിയിലേറെ രൂപ ലഭിച്ചിരുന്നതായിട്ടാണ് കണക്ക്. 2024 നേരത്തെ പറഞ്ഞല്ലോ, ഉദ്ഘാടനം ചെയ്യണം. തറക്കല്ലിട്ടതും ശ്രീമാൻ നരേന്ദ്രമോദി. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശങ്കരാചാര്യരുടെ ആ പരമ്പരയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, ഈ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, പിന്നെ ആര് നടത്തണം? നമ്മുടെ നാട്ടിലടക്കം ഏതെങ്കിലും ഇപ്പൊ പുനരുദ്ധാരണം നടക്കുകയല്ലേ ക്ഷേത്രങ്ങളുടെ? ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ പുനരുദ്ധാരണം നടത്തിയാൽ അവിടെ പുനഃപ്രതിഷ്ഠ നടത്തുന്നത് ആ അമ്പലത്തിലെ പൂജാരിയല്ല, വലിയ വില കൂടിയ പൂജാരിയെ കൊണ്ടുവരും. അതിന് MLA മന്ത്രിയെന്നുമല്ല വിളിക്കുന്നത്. അത് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതല്ല. ഇവിടെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. മറുവശത്ത് പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തിയല്ലോ. ആരാ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തി? ആര് നടത്തണമായിരുന്നു? ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി നടത്തണമായിരുന്നു, അല്ലേ? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നടത്തണമായിരുന്നു. പക്ഷേ ആ മഹനീയ വ്യക്തിയെ വിളിച്ചില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം ശ്രീമാൻ നരേന്ദ്രമോദിയും 9 സ്വാമിമാരും ചേർന്ന് നടത്തി. സ്വാമിമാർ നടത്തേണ്ടുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി നടത്തി. അതിന്റെ ഉദ്ഘാടനം നടത്തി 2024 പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തന്നെ അത് തുറന്നുകൊടുത്തു. 1 വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ അവർ തന്നെ കണക്കുകൂട്ടിയിരിക്കുന്നത് 12 കോടിയിലേറെ രൂപ ലഭിക്കുന്നുവെന്നാണ്. സ്വർണവും വെള്ളിയും പണവും അടക്കം പിരിവെടുക്കാൻ നേതൃത്വം നൽകിയിരുന്നത് RSSന് കീഴിലുള്ള വിശ്വ ഹിന്ദു പരിഷത്താണ്. പിരിവിന്റെ കൊട്ടേഷൻ അത് സ്വർണമായാലും വെള്ളിയായാലും പണമായാലും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വിശ്വ ഹിന്ദു പരിഷത്തിനാണ് അവര് നൽകിയിരുന്നത്. അവർ കോടിക്കണക്കിന് സംഭാവന കൂപ്പണുകളാണ് അച്ചടിച്ച് ഭക്തന്മാരിൽ നിന്നും സമാഹരിച്ചത്. മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് അടക്കം 5 ലക്ഷം രൂപ അയോധ്യ ക്ഷേത്രത്തിന് സംഭാവനയായി നൽകിയിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഉള്ള ഒരു വസ്തുതയാണ്. ക്ഷേത്രക്കൊള്ള പുറത്തു വന്നതോടെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെച്ചു. വാർത്ത വന്നു. ചമ്പത് റായ് ഉണ്ട്, മറ്റൊരു അനിൽ മിശ്രയുണ്ട്, അദ്ദേഹം ട്രസ്റ്റിയാണ്. ഇതിങ്ങനെ പുകഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആ ട്രസ്റ്റിയുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ചമ്പത് റായും അനിൽ മിശ്രയും രാജിവെച്ചു. പിന്നീട് VSP അത് പറഞ്ഞേ അങ്ങനെ ആരും രാജിവെച്ചൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്, കളവാണ്. രാജിവെച്ചാൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് ഇവര് രാജിവെച്ചു എങ്കിലും VSP അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. കവർച്ച കേസിൽ 9 പേരെയാണ് UP സർക്കാർ നിയോഗിച്ച് SIT അറസ്റ്റ് ചെയ്തത്. UP ഗവൺമെന്റ്, യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ഈ വാർത്ത വന്ന ഉടൻ തന്നെ അന്വേഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തി. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 9 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. മറ്റൊരാള്, പിടികിട്ടാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അശുതോഷ് എന്ന പ്രതി ഒളിവിലുമാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ
വിട്ടിരിക്കുകയാണ്. പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും എണ്ണാനും സൂക്ഷിക്കാനും ചുമതലപ്പെട്ട ബാങ്ക് ജീവനക്കാരാണ് പ്രതികളിൽ 5 പേർ. 9 പേരെ പിടിക്കണം. ആ 9 പേരിൽ 5 പേരെന്ന് പറഞ്ഞാൽ ഈ പണമെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ബാങ്കിൽ കൊണ്ടടയ്ക്കേണ്ടുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസിൽ പ്രതികളാക്കിയതിൽ 5 പേരെന്ന് പറഞ്ഞാൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാണ്. യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് എന്തിനായി ഒരു അന്വേഷണം വെച്ചത്? ഒരു ട്രസ്റ്റി അംഗമായ കൃഷ്ണമോഹന്റെ പരാതി. ട്രസ്റ്റിയിൽ 15 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു ട്രസ്റ്റിയാണ് കൃഷ്ണമോഹൻ. ആ കൃഷ്ണമോഹന്റെ അന്വേഷണം നടത്തണമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ഇതിങ്ങനെ നടക്കുകയല്ലേ? വല്ല കൂസലുണ്ടോ നോക്കണം. 2026 ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു. കേരള നിയമസഭയിലേക്ക് ഇലക്ഷൻ നടന്നു. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു. പരാജയപ്പെടാനുണ്ടായ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് എന്താ? ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം പോയി. ആര് കൊണ്ടുപോയി, ആരെടുത്തു, അതൊക്കെ ഇനി തെളിയിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. എങ്കിലും LDFനെതിരായി ഇവിടെ മത്സരിച്ച 2 മുന്നണിയും, അത് NDA മുന്നണിയായാലും UDF മുന്നണിയായാലും, LDFനെതിരായി ഇവിടെ ആരോപണം നടത്തിയത് ശബരിമല മോഷണത്തിന്റെ ഉത്തരവാദിത്വം LDFനെന്നാണ്. അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. മുമ്പ് ചെയർമാനായിരുന്ന പത്മകുമാറിനെ അടക്കം പിടിച്ച് ജയിലിൽ വെച്ചു, ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഇപ്പോൾ അന്വേഷിക്കുന്ന ടീമൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ എന്തെല്ലാം കോലാഹലം. പക്ഷെ ഇതിനെപ്പറ്റി ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ചില മാധ്യമങ്ങൾ ചിലപ്പോൾ ചില വാർത്തകൾ കൊടുക്കുന്നു എന്നത് ഒഴിവായാൽ അയോധ്യ കൊള്ള ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമാണ് എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ആരും തയ്യാറായിട്ടില്ല. ഇക്കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻ യാദവിന്റെ ഭൂമി തട്ടിപ്പ് കേസ്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി. വല്ല കൂസലുണ്ട് ഇവർക്ക്. അതെന്താ തട്ടിയെടുത്ത്? കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകളും ആ ഭൂമി ഇടപാടാണ് നടത്തിയിരിക്കുന്നത്. യാദവിന്റെയും അടുത്ത ബന്ധുക്കളുടെയും പേരിലുള്ള ഏക്കർ കണക്കിന് ഭൂമി ഇടപാടുകളാണ് വിവാദമായിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഉപജാപക സംഘം ഭൂമി തട്ടിയെടുക്കുകയാണ്. മുഖ്യമന്ത്രിയാകും മുമ്പ് മോഹൻ യാദവിന്റെ പേരിൽ 167 ഏക്കർ ഉണ്ടായിരുന്നുവെങ്കിൽ 2023 മുഖ്യമന്ത്രിയായ ശേഷം 335 ഏക്കർ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോരെ? അപ്പൊ 2023 മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് മോഹൻ യാദവിന് ഉണ്ടായിരുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര? 167 ഏക്കർ. 2023 മുഖ്യമന്ത്രിയായതിനു ശേഷം ആ 167 ഏക്കർ എത്രയായി ഉയർന്നു? 335 ഏക്കർ ഭൂമിയായി മാറി. നേരെ ഇരട്ടിയായില്ലേ? പച്ചയായ നഗ്നമായ കൊള്ളയല്ലേ? ഭൂമി പിടിച്ചെടുക്കലല്ലേ? 2024-25 മാത്രം സ്വന്തമാക്കിയത് 168 ഏക്കറാണ്. ഇതിൽ 111 ഏക്കറും സർക്കാർ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾക്ക് സമീപമാണ്. മുഖ്യമന്ത്രിയുടെ മകൻ, ഭാര്യ, മരുമകൾ തുടങ്ങിയവരുടെ പേരിലും ഇതേ പ്രദേശത്ത് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. വിവാദ ഭൂമി ഇടപാടുകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ്. അപ്പൊ നോക്കണം, 167 ഏക്കർ ഭൂമി 335 ഏക്കറായി മാറി. ഒരു വർഷം കൊണ്ട് 165 ഏക്കർ ഭൂമി സമ്പാദിച്ചിരിക്കുന്നു അവിഹിതമായി. എങ്ങനെയാ സമ്പാദിച്ചിരിക്കുന്ന? സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് അവിടെയൊക്കെ ഭൂമി ആവശ്യം പോലെ കിട്ടുമല്ലോ. ആ ഭൂമി വാങ്ങിക്കുന്ന കൂട്ടത്തിലാണ് അതിനോട് ചേർന്ന് എന്നാ പിന്നെ എന്റെ പേരിലും എന്റെ മോളെ പേരിലും
എൻ്റെ മോന്റെ പേരിലും മരുമക്കളുടെ പേരിലും ഭൂമി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ ഒരു പ്രതിപക്ഷമില്ലേ. ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? ചില കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ അയോധ്യ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് എത്തിയത്. അവരവിടെ എത്തിയപ്പോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ പോലീസും പട്ടാളവും ഈ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ അടക്കം മുറിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചു എന്ന വാർത്ത ഞാൻ നിങ്ങൾ വായിച്ചില്ലേ? നമ്മളതൊക്കെ വായിച്ചു. എന്താ പറഞ്ഞേ? ക്രമസമാധാനം വഷളായി പോകുമെന്നാണ്. ക്രമസമാധാന നിലയുടെ പേര് പറഞ്ഞാണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ, അദ്ദേഹം വിശ്വാസിയാണ്, അമ്പലത്തിലേക്ക് കടന്നു പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചത്. അപ്പോ ഇതിങ്ങനെ പുകമറയായി വരികയാണ്. ഈ ആരോപണം, അയോധ്യയിലെ കൊള്ളയെ സംബന്ധിച്ച് ആദ്യമായി ഒരു ആരോപണം ഉന്നയിക്കുന്നത് സമാജ്വാദ് പാർട്ടി നേതാവ് പവൻ പാണ്ഡെയാണ്. സമാജ്വാദ് പാർട്ടി അവിടുത്തെ മോശപ്പെട്ട പാർട്ടിയല്ലല്ലോ. യുപിയിൽ ഗണ്യമായി സ്വാധീനമുള്ള പാർട്ടിയല്ലേ. അവരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് യുപി എന്ന് പറയുന്ന അതിവിസ്തൃതമായ സംസ്ഥാനത്തൊട്ടാകെ സമാജ്വാദ് പാർട്ടി പ്രചണ്ഡമായ പ്രചാരണം നടത്താൻ പോവുകയാണ്. അടുത്ത് നടക്കാൻ പോകുന്ന സംസ്ഥാനതല തെരഞ്ഞെടുപ്പിൽ ഇവരുടെ റിസൾട്ട് എങ്ങനെയാകുമെന്ന് നമുക്ക് കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ പേരിൽ, ശ്രീരാമന്റെ പേരിൽ വോട്ട് നേടി അധികാരത്തിൽ വന്ന BJP NDA ആ ശ്രീരാമനെ കൊള്ളയടിച്ച് സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചണ്ഡമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ വിഷയമല്ലേ? ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം കൊള്ളയെ അനാവരണം ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ ഡൽഹിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നീറ്റ് പരീക്ഷ, അതിന്റെ ഉത്തരവാദി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ലേ, രാജിവെക്കണ്ടേ? ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി CJP കഴിഞ്ഞ കുറെ ദിവസമായി സമരരംഗത്താണ്. കൂടാതെ ഇപ്പോ സോനം വാങ്ചുങ് പ്രമുഖനായ വിദ്യാഭ്യാസ വിദഗ്ധനാണ്, പ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായി അനിശ്ചിതകാലം നിരാഹാരം കിടക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടി നിരയിലുള്ള നേതാക്കന്മാർ, വിദ്യാർത്ഥി സംഘടനകൾ കൂട്ടം കൂട്ടമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ എപ്പോഴും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് സമരം അരങ്ങേറുകയാണ്. ഇതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂതകാല ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി UP എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികളായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിലുള്ള ധൂമഹേതു, ഒരു കറുത്ത കാറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി പിടിച്ചാലൊന്നും നിൽക്കില്ല. നരേന്ദ്രമോദിക്കും വയസ്സ് 76 RSSന്റെ സംഘടനാ തീരുമാനം എന്ന് പറയുന്ന 75 വയസ്സ് കഴിഞ്ഞ ആളുകൾ രാഷ്ട്രീയ അധികാരത്തിൽ വേണ്ട എന്നാണ്. അപ്പൊ ഈ ടൈം തന്നെ പൂർത്തീകരിക്കാൻ പ്രത്യേക ഇളവ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇളവ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന നരേന്ദ്രമോദി ഇനി ഒരു 3 വർഷം കൂടെ കഴിയുമ്പോൾ RSSന്റെ തിട്ടൂരത്തിന് വിരുദ്ധമായി പ്രായമടക്കം മറികടന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇതെല്ലാം BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അലട്ടുന്ന വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. ആ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട്
വരുന്ന മാസങ്ങളിൽ ഇന്ത്യക്കകത്ത് വമ്പിച്ച സമരങ്ങൾ ഉയർന്നു വരും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് BJPയുടെ ഭരണത്തിൻ കീഴിൽ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രതിപാദിക്കാം എന്നുള്ളതുകൊണ്ട് ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സഹാക്കളെ, അഭിവാദനങ്ങൾ.